ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചീസി ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. മാത്രമല്ല നമുക്ക് മസാല പ്രത്യേകിച്ച് വേവിച്ചെടുക്കേണ്ട ഇതൊന്നും വരുന്നില്ല. നമ്മൾ നോർമൽ ബാക്കിയുള്ള ഫില്ലിങ്സ് റെഡിയാക്കുന്ന പോലെയൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ സാധാ ഡയറക്റ്റ് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് അതൊക്കെ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഫസ്റ്റ് നമ്മളിതിലേക്ക് ഒരു വലിയ സൈസിലുള്ള സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ടില്ല, അതിൻ്റെ ഒരു പകുതി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, എരിവില്ലാത്ത പച്ചമുളകാണ്, അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ നമ്മൾ മൊസറല്ല ചീസ് ഗ്രേറ്റഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മൊസറല്ല ചീസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് ബ്രെഡ് ക്രംസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഒന്ന് കുറച്ച് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മസാലപ്പൊടികളായിട്ട് നമ്മൾ കാശ്മീർ ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, ചിക്കൻ മസാല 1 ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതോടൊപ്പം തന്നെ ഞാൻ മയണൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മാവ് രൂപത്തിലായിട്ട് നല്ല രീതിയിൽ കുഴച്ചിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാതും നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് എടുക്കണം. അതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കയ്യിലെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു ഡോണറ്റിൻ്റെ നമ്മുടെ ഉഴുന്നുവട പോലെയൊക്കെ അങ്ങനെ ഒരു തുളയിട്ടിട്ട് അങ്ങനത്തെ ഒരു ഷേപ്പാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാൻ ബാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കട്ട്ലൈറ്റിൻ്റെ റൗണ്ട് ഷേപ്പ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും നമ്മുടെ മാവ് മുഴുവൻ അതേ ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഇനി നമ്മൾ നോർമൽ കട്ട്ലറ്റിനൊക്കെ ചെയ്യണ പോലെ തന്നെ ആദ്യം മുട്ടയുടെ മിക്സിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. മുട്ട നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുള്ളതാണ്, അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒന്ന് നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇത് നമ്മുടെ കട്ട്ലറ്റ് പോലെ തന്നെ വല്ലാണ്ട് ഫ്രൈ ആയി എടുക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ ചീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 സൈഡും നല്ല രീതിയിൽ ഫ്രൈ ആക്കി എടുത്ത ശേഷം നമുക്കിതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.